അപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, സർക്കാർ ഗവർണർ പോര് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതിൽ ഒരു അനുനയ ശ്രമത്തിനും ഇരുകൂട്ടരും ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ഭാഗത്തും സർക്കാരിൻ്റെ ഗവർണറുടെയും രണ്ട് തലങ്ങളിലേക്ക് പോകുന്ന കുറേയധികം തീരുമാനങ്ങളുണ്ട്. ഇപ്പോഴിതാ സിസ തോമസിനെയും കെ.വി. ശിവപ്രസാദിനെയും VC-മാരായി നിയമിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഒരു പാനൽ തള്ളി തന്നെയാണ് ഈ ഒരു നിയമനം. പൊതുവെ ഒരു രാഷ്ട്രീയപരമായി തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നിയമനമാണോ ഇപ്പോൾ സർവകലാശാലയിൽ നടത്തിയിരിക്കുന്നത്? ഇതിപ്പോ ഈ എന്താ പറയാ, താൽക്കാലിക VC-മാരുടെ നിയമനം റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കാലാവധി കഴിഞ്ഞ് പുതിയ VC-മാരെ സർക്കാർ പാനലിൽ നിന്ന് നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ആ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗവർണറും അതുപോലെ തന്നെ VC-മാരും സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയും ഇന്നലെ വിധി പുറത്തു വന്നപ്പോൾ ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് താൽക്കാലിക VC-മാരെ നിയമിക്കുന്നത് സർക്കാരിന്റെ പാനലിൽ നിന്നായിരിക്കണമെന്ന നിലയ്ക്കാണ് ആ വിധി വന്നിരിക്കുന്നത് എന്നാണ് ഇന്ന് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ കാണുന്ന കാഴ്ച വീണ്ടും ഈ പറഞ്ഞ സിസ തോമസിനെയും അതുപോലെ തന്നെ ശിവപ്രസാദിനെയും ഈ പറഞ്ഞ രണ്ട് സർവകലാശാലകളുടെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ VC-മാരായിട്ട് ഗവർണർ നിയമിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ സർക്കാർ ഇതിന് പാനൽ കൊടുത്തിട്ടുണ്ട്. ആ പാനലിൽ നിന്ന് നിയമനം നടത്താതെ വീണ്ടും ഈ താൽക്കാലിക VC-മാരായിരുന്ന ഇവരെ രണ്ടുപേരെയും വീണ്ടും പുനർനിയമനം നൽകിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതിനകത്തൊരു സാങ്കേതിക പ്രശ്നം വരുന്നത്, ഒരിക്കൽ നിയമനം നൽകിയാൽ ഇവരുടെ നിയമന കാലാവധി താൽക്കാലികമായിട്ട് ഇവരെ നിയമിക്കുന്ന 6 മാസത്തേക്കാണ്. 6 മാസത്തേക്ക് ഇവരുടെ നിയമനത്തെ ചോദ്യം ചെയ്താൽ 6 മാസക്കാലം തുടരട്ടെ എന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിനകത്ത് രണ്ടുതരം വെർഷനാണ്. അതായത് ഈ ഹൈക്കോടതി വിധി രണ്ടിടത്തും നേരത്തെ ഗവർണർ നിയമിച്ച VC-മാർക്ക് തുടരാനാവില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ അവസാനത്തെ വിധി. അതിന് പിന്നാലെയാണ് സർക്കാർ ഈ താൽക്കാലിക VC-മാരെ നിയമിക്കാൻ ഗവർണർക്ക് പാനൽ നൽകിയത്. പക്ഷെ ഈ പാനൽ കണക്കിലെടുക്കാതെയാണ് ഗവർണർ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി വിധിയിലും ഈ അതായത് സർക്കാരിന് മേൽക്കൈ നൽകുന്ന രീതിയിൽ ആണ് വിധി എന്നായിരുന്നു ഇന്നലെയൊക്കെയുള്ള വ്യാഖ്യാനം, അല്ലെങ്കിൽ ആ വിധി പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന വ്യാഖ്യാനം. ആ ഗവർണർ ഇതിനിടയ്ക്ക് നിയമോപദേശം തേടിയെന്നും ആ നിയമോപദേശത്തിൽ ഈ തൽക്കാലത്തേക്ക് ഈ VC-മാരെ പുനർനിയമിക്കാൻ പറ്റും എന്ന രീതിയിൽ അദ്ദേഹത്തിന് നിയമോപദേശം കിട്ടിയെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ഈ രണ്ടുപേരെയും നിയമിച്ചതെന്നും പറയുന്നു. പക്ഷെ ഇത് എന്താണ് ഇത് ഈ വിധികൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഗവർണർക്ക് തോന്നിയ പോലെയും സർക്കാരിന് ബോധിച്ച പോലെയും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ആർക്കാണ് ഏത് കോടതി വിധിയാണ് യഥാർത്ഥത്തിലുള്ളത്, ഏത് കോടതി വിധിയാണ് സർക്കാരും ഗവർണറും അംഗീകരിക്കേണ്ടത് വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. അതായത് ഗവർണർ സർക്കാർ പോര് ഈ കോടതി വിധികൾക്കൊക്കെ ശേഷവും തുടർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് VC-മാരുടെ നിയമനത്തിൽ മാത്രമല്ല, അത് കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോരിലും ഇതുവരെ ഒരു അവസാനമായിട്ടില്ല. രജിസ്ട്രാറെ ഇനിയിപ്പോ സർവകലാശാലയെ കടത്തില്ല. രജിസ്ട്രാർ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഹൈക്കോടതി ബെഞ്ച് ഇന്നിപ്പോ അത് പരിഗണിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം പരിഗണിക്കുന്നു എന്നൊക്കെയുള്ള വാർത്ത വരുന്നു. അതായത് VC സർക്കാർ പോര് ഇപ്പൊ ചില ഘട്ടങ്ങളിൽ അതിഗുരുതരമായിട്ട് മാറുകയും അതിനെതിരെ SFIയും അതുപോലെ തന്നെ DYFIയും CPM ഒക്കെ തെരുവിലിറങ്ങുകയും രാജ്ഭവൻ മാർച്ച് നടത്തുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ട പോലെ ആ സമരം അവസാനിക്കുന്നു. ഇതിനിടയിൽ മന്ത്രിതലത്തിൽ VC-ആയിട്ട് ചർച്ച നടക്കുന്നു, മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. ഈ പ്രശ്നം ഒരു വെടിനിർത്തലിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു. പക്ഷെ വീണ്ടും അതിനിടയ്ക്ക് കോടതി വിധികൾ വരുന്നു. ആ കോടതി വിധികളെ പുല്ലുവില കൽപ്പിച്ച് ഗവർണർ അതിനെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവർണർക്ക് തോന്നിയ പോലെ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നവരെ VC-ആയിട്ട് നിയമിക്കുന്നു. സർക്കാരും സംവിധാനവും അല്ലെങ്കിൽ ഗവൺമെന്റും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും എന്താ പറയാ, വല്ലാത്ത ഏറ്റുമുട്ടലിന്റെ സംഘർഷത്തിന്റെ പാതയിലേക്ക് പോകുന്നു. എന്നാണ് ഇതിന്റെ ഒരു അവസാനം ഉണ്ടാകുക? കോടതികൾ പോലും ഇത് യഥാർത്ഥത്തിൽ അവസാനിപ്പിച്ചെടുക്കാവുന്ന രീതിയിൽ സ്പഷ്ടമായ അർത്ഥസംഖ്യയ്ക്ക് ഇടയില്ലാത്ത വിധമുള്ള വിധികൾ നടത്തുന്നുമില്ല. ഇപ്പൊ ഇന്നലത്തെ സുപ്രീം കോടതി വിധിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ചില പഴുതുകൾ അതിനകത്തുണ്ടെന്നാണ്. ഇപ്പോ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ശശികുമാർ കുറച്ച് നേരത്തെ ഏതോ ചാനലിൽ പ്രതികരിക്കുന്ന ഞാൻ കണ്ടു. അതായത് ഗവർണർക്ക് അവകാശം കൊടുക്കുന്ന രീതിയിലാണ് ആ വിധി.
അതിനകത്ത് താൽക്കാലിക വിസിമാരെ നിയമിക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള നിയമപരമായ ആ ഒരു സാധ്യത നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് കേട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ സർക്കാരിന് മേൽക്കൈ എന്ന രീതിയിൽ ഇന്ന് ഈ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ഗവർണർ താൽക്കാലിക വി സി നിയമനം അല്ലെങ്കിൽ വി സിമാരെ നിയമിക്കാൻ എന്നുള്ള സുപ്രീം കോടതി ഉത്തരവിന് എന്ത് വിലയുണ്ടപ്പോ? ഹൈക്കോടതി വിധിക്കെതിരെ ചാൻസലർ നൽകിയ ഒരു അപ്പീലാണ് ഒരു സ്ഥിരം വി സിമാരെ നിയമിക്കുന്നത് വരെ താൽക്കാലിക വി സിമാരെ നിയമനം നടത്താമെന്ന് സുപ്രീം കോടതി അനുമതി നൽകിയത്. അപ്പോൾ ഈ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് അധികാരം ഉറപ്പിക്കുന്ന ഒരു വിധി കൂടി തന്നെയല്ലേ പുറത്തു വന്നതും? അല്ല, താൽക്കാലിക വി സിമാരെ നിയമിക്കാനും ഈ വി സി ഗവൺമെന്റ് പാനൽ കൊടുത്തിട്ടുണ്ടല്ലോ. ആ പാനൽ അവഗണിച്ചുകൊണ്ടാണല്ലോ പഴയ താൽക്കാലിക വി സിമാരെ തന്നെ ഗവർണർ വീണ്ടും നിയമിക്കുന്നത്. ഇത് തന്നെയായിരുന്നു കണ്ണൂർ വി സി കേസിലും ഇപ്പോഴത്തെ കേസിലും ഒക്കെ നമ്മൾ കണ്ടത് സുപ്രീം കോടതി വിധി. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഇതൊരു ഒരു അവസാനമില്ലാത്ത രീതിയിൽ ഈ പോരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതായത് അതുമാത്രമല്ല, ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഗവർണർക്ക് ഇത്തരത്തിൽ സർവകലാശാലയിലെ നടപടികളുമായി മുന്നോട്ട് പോകാൻ തടസ്സങ്ങളില്ല എന്നുള്ളത് തന്നെയല്ലേ? പക്ഷെ അതിന് വേറൊരു വ്യാഖ്യാനം വരുന്നുണ്ട്. അതായത് സുപ്രീം കോടതി വിധിയിലും സ്ഥിരം വി സിമാരെ നിയമിക്കണമെങ്കിൽ ഏതായാലും സർക്കാരിന്റെ പാനലിൽ നിന്ന് തന്നെ വേണം എന്നുള്ളതിന് സംശയമില്ല. ഗവർണർ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കണം പുതിയ വി സിമാരെ നിയമിക്കാൻ. സംശയം എന്താണെന്ന് വെച്ചാൽ സാർ, ഇതിപ്പോ ഇവര് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യത ഇതിലില്ലേ? കാരണം ഈ പാനലിലെ ആളുകളെ എത്രത്തോളം ഇതിന് യോജിക്കുന്നതാണ് എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ അതിലൊരു ഓപ്ഷൻ പറയാൻ ഗവർണർക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇത് എത്ര കാലയളവ് എന്നുള്ളതിനപ്പുറം അത് എത്രത്തോളം നീണ്ടുപോകും എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുമല്ലേ? തീർച്ചയായിട്ടും അതിപ്പോ ഒരു അന്തിമ വിധി അല്ലെങ്കിൽ ഇപ്പോ പലരും പറയുന്നത് ഇനി ഈ ഗവർണർ നടത്തിയത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് അവർ സുപ്രീം കോടതി പോട്ടെ എന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് ഗവർണർക്കും അത്യാവശ്യം അദ്ദേഹത്തിന് ആഗ്രഹമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ അവകാശം കൊടുക്കുന്നു. സർക്കാരിന് നിയമപരമായിട്ട് അതിനെ വേണമെങ്കിൽ നേരിടാവുന്ന സാധ്യതകളുമുണ്ട്, പഴുതുകളുമുണ്ട്. അപ്പൊ കോടതികളും ഇതിനെ ഹൈക്കോടതി വിധി വളരെ ക്ലിയർ ആയിരുന്നു. പക്ഷെ സുപ്രീം കോടതി വിധി അത്രത്തോളം ക്ലിയർ അല്ല. സർക്കാരിനും വേണമെങ്കിൽ മേൽക്കൈ അവകാശപ്പെടാം. ഗവർണർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സൗകര്യവും ഈ വിധിക്കകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഗവർണർക്ക് താൽക്കാലിക വി സിയെ നിയമിക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ടാണ്, ഗവർണറെ പാടെ അവഗണിച്ചുകൊണ്ടോ ഗവർണർ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എല്ലാ അവകാശങ്ങളും ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയൊന്നും അല്ല സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇങ്ങനെ സർക്കാർ ഗവർണർ പോരിന്റെ വേദിയായിട്ട് എത്ര കാലം തുടരും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ചിന്തിക്കുന്ന പല യൂണിവേഴ്സിറ്റികളും പരീക്ഷകൾ പോലും പ്രോപ്പറായിട്ടല്ല നടക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത് വൈകിയാണ്, സെമസ്റ്റർ തീരുന്നില്ല. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നീതിക്കായിട്ടുള്ള ഒരു പോരാട്ടമോ നമ്മൾ ഇന്നേ വരെ തെരുവിൽ കണ്ടിട്ടില്ല. പക്ഷേ മറിച്ച് ഇത്തരത്തിലുള്ള അധികാരങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സീറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന്മേലെ ഈ രാഷ്ട്രീയ പ്രതിനിധികളാണെങ്കിലും ചർച്ച നടത്താറുള്ളൂ. ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ട സമരങ്ങൾ എന്താ? SFI നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും ഇപ്പോഴത്തെ ഗവർണർക്കെതിരെയും നിരന്തരം വളരെ ശക്തമായ അതിരൂക്ഷമായ സമരം, ഉപരോധ സമരം, അതുപോലെ തന്നെ അതിക്രമ സമരങ്ങള്, ഗേറ്റ് ചാടിക്കടന്ന് സെനറ്റ് ഹാളിലേക്ക് അവിടേക്കും ഇവിടേക്കും ഒക്കെ ചെല്ലുന്ന രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ആ സമരങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ട് ഒന്ന് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം ആകുന്നതിന് മുമ്പ് തന്നെ ആ സമരങ്ങൾ അങ്ങ് നിൽക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സമരങ്ങള് ഒരു രാഷ്ട്രീയ സമരം എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ സമരമായിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന, അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാർത്ഥികളുടെ സാധ്യതകൾ നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ പോലും കിട്ടാതെ വിദ്യാർത്ഥികൾ വലയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, കോഴ്സുകൾ സമയത്ത് തുടങ്ങാൻ പറ്റുന്നില്ല. പല കുട്ടികൾക്കും ഇത് ഈ റിസൾട്ട് വൈകുന്നത് കൊണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യത അല്ലെങ്കിൽ ഒരു വർഷം നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഇത് ഒരുതരം രാഷ്ട്രീയ സമരത്തിനപ്പുറത്തേക്ക് യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോകാൻ SFI തയ്യാറാകുന്നില്ല. ഇനിയിപ്പോ SFIയെ എതിർക്കുന്ന KSU അല്ലെങ്കിൽ ഈ പറഞ്ഞ ABVP ഒന്നും ഈ രീതിയിൽ ഈ കാര്യങ്ങളെ കാണുന്നില്ല. അവരെല്ലാരും ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമേ കാണുന്നുള്ളൂ.
ബന്ധപ്പെട്ട് തന്നെ നമ്മൾ അതായിരുന്നു കണ്ടത്. ഒരു നിമിഷത്തിൽ അത് കുറച്ച് പൊട്ടി ആഘോഷിച്ചു, വലിയ തരത്തിൽ ചർച്ചയായി. ഇപ്പോഴതൊന്നുമില്ല. ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ചർച്ചകൾ പോകുന്നു. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് ചർച്ചകളും വിവാദങ്ങളും എല്ലാം വരുന്നുണ്ട്. എന്നാൽ സാർ സൂചിപ്പിച്ച പോലെ തന്നെ അതൊക്കെ ഒരു നാടകീയമായ നീക്കങ്ങളിലൂടെ ഒതുങ്ങി പോകുന്നത് കാണുന്നുണ്ട്. കൃത്യമായ ഒരു രീതിയിൽ സർവകലാശാലയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല, അല്ലേ? ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭാരതാംബ വിവാദം അത്രയും കത്തിക്കാളിച്ചതും SFIയെ തെരുവിലിറക്കിയതും വലിയ വലിയ സമര നാടകങ്ങൾ നടത്തിയതും ഒക്കെ അന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. വേറെ ചില കാര്യങ്ങൾ അന്നുണ്ടായല്ലോ. അതായത് നമ്മുടെ കുട്ടി ബിന്ദു മരിച്ചതും, ആശുപത്രി തകർന്ന് ബിന്ദു മരിച്ചതും, ഷോക്കേറ്റ് വേറൊരു കുട്ടി മരിച്ചതും ഒക്കെ ഉണ്ടായ ആ ഘട്ടത്തില് സർക്കാരും മന്ത്രിമാരും ഒക്കെ വല്ലാതെ പ്രതിസന്ധിയിലായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. സർക്കാർ വല്ലാത്ത ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരൊക്കെ വലിയ ഒരു വലിയ വിഷമവൃത്തത്തിൽ അകപ്പെട്ട ഒരു ഘട്ടത്തിൽ താൽക്കാലികമായിട്ട് ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ വളരെ വിദഗ്ധമായ അല്ലെങ്കിൽ വളരെ കൗശലപൂർണമായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഈ പറഞ്ഞ ഈ ഭാരതാംബ വിവാദം എന്ന് പറയുന്നവരും ഉണ്ട്. ഏതായാലും ആ കാര്യത്തിൽ സർക്കാർ വിജയിച്ചു. ആ വിഷയം മാറിപ്പോയി. ഗവർണർ സർക്കാർ വിവാദത്തിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നീങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ കത്തിക്കളി ആ രണ്ട് വിഷയങ്ങളും പതുക്കെ എന്താ പറയാ ബിഹൈൻഡ് ദ കർട്ടനിലേക്ക് പോയി, തെരശ്ശീലയ്ക്ക് പിന്നിലായി. ഈ വിഷയം മുന്നിലേക്ക് വന്നു. ആ വിഷയത്തിൽ അവർക്ക് ആഗ്രഹമുള്ള സമയത്ത് അവർ സമരം നിർത്തി ഗവർണറുമായിട്ട് വീണ്ടും ഒരു എന്താ പറയാ സൗഹൃദമായി. എന്താ നമ്മൾ കാണുന്നത്? സൗകര്യം പോലെ ഏത് വിഷയത്തിലും കൂടിക്കാഴ്ച എന്ന് പറയുന്നു. ഉടനെ തന്നെ ബിന്ദു വിദ്യാഭ്യാസ മന്ത്രി ഗവർണറെ കാണുന്നു, വിദ്യാഭ്യാസ മന്ത്രി ചാൻസലറെ കാണുന്നു, ചാൻസലർ ചില വ്യവസ്ഥ വെക്കുന്നു. അത് നടക്കില്ല എന്ന് പറയാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകുന്നില്ല. അത് ആലോചിക്കാന്ന് പറയുന്നു. ഇപ്പൊ ആലോചനയൊന്നും നടക്കുന്നില്ല. അദ്ദേഹത്തിന് ഫലമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ ഗവർണറുടെ ഉത്തരവാദിത്വം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. വലിയ തമാശകളാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തമാശ. ഇപ്പൊ ഒരു തുഗ്ലക്ക് പരിഷ്കാരം പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വേറൊരു വിഷയം കൂടി ഇപ്പോ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അതായത് വേനൽക്കാലത്ത് ഉള്ള അവധി, മധ്യവേനൽ അവധി മഴക്കാലത്തേക്ക് മാറ്റണോ? ഇത്രയും കാലം നമ്മുടെ എത്രയോ തലമുറകള് ഈ വേനൽ അവധിയായിട്ട് പഠിച്ചു പോയതാണ്. നമുക്കറിയാം വേനൽക്കാലത്ത് ഈ ക്ലാസ് റൂമുകളിൽ പലതിലും എന്താ പറയാ നെരിപ്പോട് പോലെയാവും. ഫാനോ AC ഒന്നും ഇല്ലാത്ത പല ക്ലാസ് റൂമുകളിലും ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് 2 or 4 മഴക്കാല അവധി കൊടുക്കേണ്ടി വരുന്നു എന്ന പേരില് ഈ തുഗ്ലക്കിയൻ പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അത് മാത്രമല്ല, ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ പലയിടത്തും മെച്ചപ്പെടുത്താതെ ഈ മഴക്കാലമാകുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ പഴിച്ച് ഒരു വേനലവധിക്കാലം മൊത്തത്തിൽ മാറ്റി ഒരു മഴക്കാല അവധിയിലേക്ക് പൂർണ്ണമായി കൊടുക്കുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റാർഡം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ഷോ എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും തീരുമാനമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരുന്നു. നമ്മൾ പൊതുവെ വിദ്യാഭ്യാസ മന്ത്രിക്ക് കാര്യങ്ങളെ കുറിച്ചൊന്നും ധാരണയില്ല, അദ്ദേഹം ഒരു ഗുഡ് ഫോർ നത്തിങ് ആണെന്നൊക്കെ പലരും ആക്ഷേപിക്കുമ്പോ പുള്ളി സ്വയം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇത്തരത്തിലുള്ള ഗംഭീര പരിഷ്കാരങ്ങളെ പോലുള്ള അത്തരം കാര്യങ്ങൾ പോലും എന്റെ തലയിൽ ഉദിക്കുന്നുണ്ട്. ഞാനതൊക്കെ എത്ര ഇനി നടന്നാലും ഇല്ലെങ്കിലും ഇത്തരം ഗംഭീര പരിഷ്കാരങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സംവാദത്തിന് സമർപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണന്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഉയരുന്നത് കണ്ടോ എന്നൊക്കെയുള്ള വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ അദ്ദേഹം ചിലതൊക്കെ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞു 4 വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്നും കണ്ടിട്ടില്ല അദ്ദേഹം. ഏതായാലും എനിക്ക് തോന്നുന്നത് അത് അത്ര നല്ലൊരു പരിഷ്കാരമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിന്റെ പൊതുസമൂഹവും അത് അത്രത്തോളം ഒരു കുട്ടി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ കർക്കിടക മാസത്തിൽ ഈ പെരുമഴക്കാലത്ത് സാറേ ഞങ്ങൾക്കൊന്ന് കളിക്കാനും രസിക്കാനും പലയിടത്തുമൊക്കെ പോകാനും ബന്ധുവീടുകളിൽ പോയി നിൽക്കാനും ഒന്ന് ഉല്ലസിക്കാനും ഒക്കെ അല്ലേ ഞങ്ങൾക്ക് ഈ വേനലവധി എന്ന് പറയുന്ന? അന്ന് ഈ തോടുകളിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, കുളങ്ങളിലും ഒക്കെ വെള്ളം കുറച്ച്, പുഴകളിലും ഒക്കെ വെള്ളം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒന്ന് നീന്തി തുടിക്കാനോ അല്ലെങ്കിൽ കുളത്തിലൊന്ന് ചാടി കളിക്കാനോ ഒന്ന് തുള്ളാനും ചാടാനും ഗ്രൗണ്ടിൽ പോയി കളിക്കാനും ഒക്കെ പറ്റുന്നൊരു സമയം. മഴയൊന്നുമില്ല, വലിയ അപകട സാധ്യതകളില്ല. അതിനൊക്കെ കൂടി വേണ്ടിയാണല്ലോ ഈ വേനൽ അവധി എന്ന് പറയുന്നത്. ഒരു വർഷത്തെ അധ്യയനത്തിന്റെ ആ ഒരു ഇതൊന്ന് കെട്ടൊന്ന് പൊട്ടിച്ച് അവരുടെ ലെറ്റ് ലൂസ് ആകാൻ, അവരുടെ മനസ്സും ശരീരവും ഒന്ന് കെട്ടഴിഞ്ഞ് അവരൊന്ന് ഒരു തുമ്പികളെ പോലെ അവരുടെ മനസ്സ് കൊണ്ടും ശരീരം കൊണ്ടും പാറി നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവധിക്കാലമല്ലേ ഇത്? ആ അവധിക്കാലത്തെ കൊണ്ടുപോയി ഈ പെരുമഴക്കാലത്ത് അവരെ കൊണ്ട് വിട്ടാൽ അവർക്ക് എന്താ പറയാ അവരുടെ ഹൃദയത്തിനും അവരുടെ മനസ്സിനും ശരീരത്തിനും എന്ത് അയവാ കിട്ടുക? അവര് വീടുകളിൽ
ഈ പറഞ്ഞ പോലെ തളച്ചിടപ്പെടും. അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, അവർക്കൊന്നും ഗ്രൗണ്ടിൽ പോകാൻ പറ്റില്ല. ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്. അതെ, ഇതാണ് പൊതുവെ സംസ്ഥാനത്തുടനീളം ഒരു അഴിച്ചുപണി എല്ലാ മേഖലയിലും കൊടുക്കുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു അവകാശം പോലും ലംഘിക്കപ്പെടുന്ന കുറേയധികം നിയമനങ്ങളൊക്കെ തന്നെയാണ് ചർച്ചയാകുന്നത്. എന്തായാലും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.